അസ്സലാമു അലൈക്കും. സമസ്ത വാർഷിക പരീക്ഷയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. 6ാം ക്ലാസ്സുകാരുടെ ദുറൂസുൽ ഇഹ്സാൻ എന്ന പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഇത് ഉപകാരപ്പെട്ടതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2023-24 അധ്യയന വർഷത്തിലെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ഇവിടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വലതുഭാഗത്തിനോട് യോജിക്കുന്നത് ഇടതുഭാഗത്തിൽ നിന്നെടുത്ത് നടുവിലേക്ക് എഴുതുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഇടതുഭാഗത്തുള്ള ഉത്തരങ്ങൾ വായിച്ചു നോക്കാം. ശുദ്ധി, ഷിർക്ക് ചെയ്യൽ, മനസ്സമാധാനം, ലഅ്വ്, അള്ളാഹുവിൻ്റെ പ്രീതി. ഇതിൽ ഒന്നാമത്തേത് ദിക്ർ കൊണ്ട് ലഭിക്കുന്നത്. ദിക്ർ കൊണ്ട് ലഭിക്കുന്നത് ഇതിനോട് ഏതാണ് യോജിച്ച് വരിക? മനസ്സമാധാനം എന്നതാണ് ഇതിനോട് യോജിക്കുക. അപ്പോൾ മനസ്സമാധാനം എന്നത് അവിടെ എഴുതി കൊടുക്കുക. ദിക്ർ കൊണ്ട് ലഭിക്കുന്നത് മനസ്സമാധാനമാണ്. രണ്ടാമത്തേത് അനാവശ്യ കാര്യങ്ങൾ. അനാവശ്യ കാര്യങ്ങൾ എന്നതിനോട് യോജിക്കുന്നത് ലഅ്വ് എന്നാണ്. അനാവശ്യ കാര്യങ്ങൾ എന്നതിൻ്റെ അറബിയാണ് ലഅ്വ് എന്നത്. 3 ഈമാനിൻ്റെ പകുതിയാണ്. ഈമാനിൻ്റെ പകുതിയാണ്. ഇതിനോട് യോജിച്ച് വരിക ശുദ്ധി എന്നതാണ്. ഈമാനിൻ്റെ പകുതി ശുദ്ധിയാണ്. നാലാമത്തെ ചോദ്യം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഇതിനോട് യോജിച്ച് വരുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി എന്നത് അവിടെ എഴുതി കൊടുക്കുക. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ പ്രീതി. അഞ്ചാമത്തെ ചോദ്യം അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. ഒരിക്കലും അള്ളാഹു മാപ്പാക്കാത്ത കുറ്റം ഏതാണെന്നാണ് ഈ ചോദ്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതിനോട് യോജിച്ച് വരിക ഷിർക്ക് ചെയ്യൽ എന്നതാണ്. അതവിടെ എഴുതി കൊടുക്കുക. അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ലാത്തത് ഷിർക്ക് ചെയ്യലാണ്. രണ്ടാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതുകൊണ്ട് പൂർത്തിയാക്കാനാണ്. ഇവിടെ താഴെ 5 സെൻറ്റൻസുകളുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് എടുത്ത് നേരെ എഴുതാനാണ്. ആദ്യം നമുക്ക് ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. പ്രവാചകൻ, അവൻ്റെ തിരുദർശനം, സുജൂദ്, അസ്മാഉൽ ഹുസ്ന, 70,000 മലക്കുകൾ. ഇവയാണ് ബ്രാക്കറ്റിലുള്ളത്. ഒന്നാമത്തേത് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ്. നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്നയാണ് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരം. രണ്ടാമത്തേത് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം. സ്വർഗവാസികൾക്ക് അള്ളാഹു ഒരു വിശിഷ്ടമായ സൗഭാഗ്യം നൽകും. അതേതാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരമായി വരിക അവൻ്റെ തിരുദർശനം എന്നതാണ്. അള്ളാഹുവിൻ്റെ തിരുദർശനമാണ് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ സൗഭാഗ്യം. മൂന്നാമത്തേത് സ്വശരീരത്തേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ. സ്വശരീരത്തേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ ആരാണ്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരാണ് സ്വശരീരത്തേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ. നാലാമത്തെ ചോദ്യം അറിവുള്ളവർ ആദരിക്കപ്പെടണം. അതിനുവേണ്ടി മലക്കുകൾ അള്ളാഹു തീരുമാനിച്ചത്. അറിവുള്ളവർ ആദരിക്കപ്പെടണം. അതിനുവേണ്ടി മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് എന്താണ്? സുജൂദാണ്. സുജൂദാണ് ഇതിൻ്റെ ഉത്തരം.
അഞ്ചാമത്തെ ചോദ്യം, നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവനു വേണ്ടി സ്വലാത്ത് ചൊല്ലും. നമ്മൾ നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. ആരാണ് അങ്ങനെ സ്വലാത്ത് ചൊല്ലുക? 70,000 മലക്കുകളാണ് അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക. മൂന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതാനാണ്. ഇവിടെ താഴെ 4 ചോദ്യങ്ങളുണ്ട്. ആ 4 ചോദ്യത്തിനും ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ചിന്താശേഷി കുറയും ആരുടെ? ആരുടെ ചിന്താശേഷിയാണ് കുറയുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ചിന്താശേഷിയാണ് കുറയുക. ഈ ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ചോദ്യം, മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചു എന്ത്? മുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ. മുടി അല്പം മാത്രം മുറിച്ച് ബാക്കി മുറിക്കാതെ അവിടെ വെക്കുന്നതിനെയാണ് മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാകും. ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും. നാലാമത്തെ ചോദ്യം ഈ പ്രവർത്തനത്തിലെ അവസാനത്തെ ചോദ്യമാണ്. ഖുർആൻ പഠിച്ചു അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത്? എന്താണ് ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കുക? ഇതിൻ്റെ ഉത്തരം പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും. ഈ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇത് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ ഉത്തരം പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും. അടുത്ത പ്രവർത്തനം നാലാമത്തെ പ്രവർത്തനമാണ്. 2 വീതം എഴുതാനാണ്. അതായത് താഴെ 4 കാര്യങ്ങളുണ്ട്. അതിന് ഓരോന്നിനും 2 ഉദാഹരണങ്ങൾ വീതം എഴുതാനാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ പൂരിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനം ചെയ്തിരുന്നു. രണ്ടാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം എന്നുള്ളൊരു പ്രവർത്തനം. ആ പ്രവർത്തനം ചെയ്യണമെങ്കിൽ പാഠം നന്നായി വായിച്ചിരിക്കണം. എല്ലാ പാഠവും മുഴുവനായിട്ട് വായിച്ചു നോക്കുക. അതിലെ ചില സെൻറ്റൻസുകളായിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങളിൽ നിന്ന് 2 എഴുതാനാണ്. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക, അവിടുത്തെ മദ്ഹുകൾ പറയുക, സലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. രണ്ടാമത്തേത്, ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ. ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരിൽ നിന്ന് 2 പേരുടെ പേര് എഴുതാനാണ്. ഞാനിവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഉത്തരം, മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശ ഭൂമികളിലുമുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളുമാണ്. നാലാമത്തെ ചോദ്യം, മിക്ക ആളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ. അതായത് കൂടുതൽ ആളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ എഴുതാനാണ്. അത് 2 തന്നെയുള്ളൂ. ഒന്നാമത്തേത് ആരോഗ്യവും രണ്ടാമത്തേത് ഒഴിവു സമയവുമാണ്. ഇവ 2മാണ് മിക്ക ആളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ. അടുത്ത പ്രവർത്തനം 5ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാനാണ്. ഇവിടെ താഴെ 5 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വ്യക്തമാക്കിയിട്ട് എഴുതാനാണ്. ഒന്നാമത്തേത് തഹ്വീദിൻ്റെ നിർവചനം. തഹ്വീദ് എന്നാൽ എന്താണ് എന്നാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം,
അള്ളാഹുവിനെ മാത്രം ആരാധനയായി വിശ്വസിക്കലാണ് തൗഹീദ്. അടുത്ത ചോദ്യം, നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആൾക്കാരെ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരാണെന്ന് പറഞ്ഞിരുന്നു. അതാരാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ചോദ്യം, അഹ്ലുബൈത്ത് എന്ന് പറയപ്പെടുന്നവർ. അഹ്ലുബൈത്ത് എന്ന് പറയപ്പെടുന്നവർ ആരൊക്കെയാണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഇത് വ്യക്തമാക്കിയിട്ട് എഴുതാനാണ്. ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനീങ്ങളായ അടുത്ത കുടുംബക്കാർ, ഇവയാണ് അഹ്ലുബൈത്ത്. നാലാമത്തെ ചോദ്യം, മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം. മുഹ്സിനുകൾക്ക് ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന ഗുണം എഴുതാനാണ്. ഉത്തരം, ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും ലഭിക്കും എന്നതാണ്. അടുത്ത പ്രവർത്തനം ആറാമത്തെ പ്രവർത്തനമാണ്. ആര് ആരോട് പറഞ്ഞു. അതായത് ഇവിടെ താഴെ 2 പ്രസ്താവനകളുണ്ട്. അത് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത് എന്നാണ്. ഒന്നാമത്തേത്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. ഇത് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്. ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അള്ളാഹു ആണ്. മലക്കുകളോടാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, അള്ളാഹു മലക്കുകളോട് പറഞ്ഞു എന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തേത്, താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. ഇത് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്. താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉത്തരം എഴുതിയാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്ന് എഴുതിയാൽ മതി. അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. ഇവിടെ താഴെ 2 എണ്ണമുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തേത്, സുബ്ഹാനല്ലാഹി ഡാഷ് വലാ ഇലാഹ ഇല്ലല്ലാഹി ഡാഷ് വലാ ഹൗല ഡാഷ് ഇല്ലാ ബില്ലാഹി ഡാഷ് അൽ അലീം എന്നാണ്. ഇത് അവസാന പാഠത്തിലെ ദിക്റുകളുടെ പാഠത്തിലെ ഒരു ദിക്റാണിത്. ആ പാഠത്തിലെ എല്ലാ ദിക്റുകളും കാണാതെ പഠിക്കുക. അത് ഇതുപോലത്തെ ഒരു പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ ചോദ്യം എന്ന രൂപത്തിലുള്ള പ്രവർത്തനമായിട്ടോ വരാം. ഇതിൽ വിട്ടുപോയ ഭാഗം വൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ, വലാ ഖുവത അലി എന്നീ ഭാഗങ്ങളാണ്. ഇത് ചേർത്ത് മുഴുവനായിട്ട് പറയുമ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് വരിക. രണ്ടാമത്തേത്, അൽഹംദുലില്ലാഹില്ലദി ഡാഷ് ഹാസ വ ഡാഷ് മിൻ ഐരി ഡാഷ് മിന്നി വല ഡാഷ്. ഇതും ആ പാഠത്തിലെ തന്നെയാണ്. ഇതിൽ വിട്ടുപോയ ഭാഗം കസാനി, വർസഖ്നി, ഹൗല, ഖുവത എന്നീ ഭാഗങ്ങളാണ് വിട്ടുപോയത്. ഇത് പൂരിപ്പിച്ച് മുഴുവനായിട്ട് വായിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാസ വർസഖനി മിൻ ഐരി ഹൗലി മിന്നി വലാ ഖുവ. ഇതാണ് അതിൻ്റെ ശരിയായ രൂപം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. എല്ലാ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.